ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് 1.5 കപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പഴം അത്യാവശ്യം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ടുപോരുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മൾ പഴം വാട്ടുന്ന സമയത്ത് ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1/2 കപ്പ് സാധാരണ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ബോൾ ഷേപ്പിൽ തന്നെ ആക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പോൾ ബോൾ ഷേപ്പിലാണ് ആക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് മാത്രം എടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾ ഈ ഒരു മൈദ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൻ്റെയും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെയും മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 2 വശവും നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ പുറമെ നല്ല ക്രിസ്പിനെസ്സും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്